ഹായ്, അസ്സലാമു അലൈക്കും. നമ്മൾ റമളാനിലേക്ക് കടക്കാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇന്ന് എല്ലാവരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ അള്ളാഹുവിലോട്ട് കൂടുതലായി അടുക്കാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പുണ്യമായ ഈ റമളാന് എങ്ങനെയാണ് നമുക്ക് ഇബാദത്തുകളാൽ ഫിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുക, അങ്ങനെയൊക്കെയാണ് ഇന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് റമളാനിൽ മാത്രമല്ല, നമുക്ക് ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ട കുറച്ച് കാര്യമാണ്. അപ്പോൾ ഈ പുണ്യ റമളാനോട് കൂടിയിട്ട് നമുക്ക് അതിനൊരു തുടക്കം കുറിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ കാര്യം ഒരു 13 ഡേയ്സിൻ്റെ ചാലഞ്ച് പോലെ നമുക്ക് കൊണ്ടുപോവാം. തുടർച്ചയായിട്ട് ഈ കാര്യങ്ങൾ ഒരു ചാലഞ്ചായി കൊണ്ടുപോകാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തഹജ്ജുദ് നമസ്കാരമാണ്. തഹജ്ജുദ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. തഹജ്ജുദിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇശാ നമസ്കാരത്തിന് ശേഷം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് നിർവഹിക്കുന്ന ഏറെ മഹത്വമുള്ള ഒരു സുന്നത്ത് നമസ്കാരമാണ് തഹജ്ജുദ്. ഇത് രാത്രിയുടെ 2ാം പകുതിയിൽ സുബഹിക്ക് മുമ്പായി നിസ്കരിക്കുന്നതാണ് ഏറെ ഉത്തമം. കുറഞ്ഞത് 2 റക്അത്താണ്, കൂടിയാൽ എത്രയും നിസ്കരിക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ മുത്തു റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം മുറുകെ പിടിക്കുക. കാരണം അത് നിങ്ങൾക്ക് മുമ്പുള്ള സ്വാലിഹീങ്ങളുടെ സമ്പ്രദായവും നിങ്ങളുടെ രക്ഷിതാവിലേക്ക് അടുപ്പിക്കുന്ന കാര്യവുമാണ്. പാപമോചനത്തിനുള്ള നിമിത്തവും കുറ്റകൃത്യങ്ങളിൽ നിന്ന് തടയുന്ന കവചവും ശരീരത്തിലുള്ള രോഗങ്ങളെ പുറന്തള്ളുന്നതുമാണ്. അഥവാ തഹജ്ജുദ് നിസ്കാരം ശീലമാക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. റമളാനിൽ നമ്മൾ അത്താഴത്തിന് നിർബന്ധമായിട്ടും എണീക്കും. അപ്പോൾ അത്താഴത്തിന് എണീക്കുന്ന സമയത്ത് ആദ്യം തന്നെ തഹജ്ജുദ് നിസ്കരിച്ചു കൊണ്ട് ഇനി നമുക്ക് തുടങ്ങാം. സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ സുബഹിക്ക് മുന്നേ ആയിട്ട് കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഉന്മേഷവും ഉഷാറൊക്കെ ലഭിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുബഹ് നമസ്കാരത്തിന് മുന്നേ ഉള്ള സുന്നത്ത് നിസ്കാരമാണ്. സുബഹിക്ക് മുന്നേ ഉള്ള സുന്നത്ത് എല്ലാവരും നിർവഹിക്കുക. അത് നമ്മുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സുബഹിൻ്റെ മുന്നേ ഉള്ള സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്തും നിങ്ങൾക്ക് വന്നതിനേക്കാൾ വലിയ ഹൈറാണ്. അത്രയേറെ പ്രതിഫലം ലഭിക്കുന്ന ഒരു നമസ്കാരമാണ്. അത് നഷ്ടപ്പെടുത്തരുത് സുഹൃത്തുക്കളെ ഒരു കാരണവശാലും. അതുമാത്രമല്ല, സുന്നത്തിന് ഇത്രയും ഹൈറാണെന്നുണ്ടെങ്കിൽ സുബഹ് നിസ്കാരത്തിൻ്റെ മഹത്വം എത്രയാണെന്ന് പറയാൻ വയ്യ യാ അല്ലാ. അപ്പോൾ നാലാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 വഖത്ത് ഫർള് നിസ്കാരം കൃത്യസമയത്ത് നമസ്കരിക്കാം. നമ്മുടെ 5 വഖത്ത് ഫർള് നിസ്കാരങ്ങൾ കളാഹാക്കാനുള്ള ഒരു ഇടവരുത്താതെ നമസ്കരിക്കും. അപ്പോൾ ഇന്ന് എല്ലാ ആളുകളും തിരക്കുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അത് നമസ്കാരത്തിന് തന്നെ നൽകുക. ഒരു കാരണവശാലും കളാഹാക്കരുത്. അപ്പോൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ ജോലി, മക്കളുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം അങ്ങനെയൊക്കെ ആയിട്ട് ബിസി ആയിട്ടുള്ള ആളുകളാവും. വർക്കിന് പോകുന്ന ആളുകളാണെങ്കിൽ ഓഫീസ് കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കുള്ള ആളുകളാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, പെട്ടെന്ന് ജോലികളൊക്കെ ഒതുക്കി അതിനനുസരിച്ച് ടൈമൊക്കെ കൺട്രോൾ ചെയ്തിട്ട് 5 വഖത്ത് നിസ്കാരം ഒരിക്കലും കളാഹാക്കരുത്. ഒരു കാരണവശാലും കളാഹാക്കാത്ത രീതിയിൽ തന്നെ നമസ്കരിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അങ്ങനെ നിസ്കരിക്കാനായിട്ട് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അപ്പോൾ 5ാമത്തെ കാര്യം എന്താണെന്ന് പറയാം. അത് നമസ്കാര ശേഷം ഖുർആൻ ഓതുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സുബഹിക്കും മഗ്രിബിനും ശേഷം നിർബന്ധമായിട്ടും ഓതുക. പിന്നെ 6ാമത്തെ കാര്യം സ്വതക്ക നൽകുക. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മനസ്സറിഞ്ഞ് നൽകുക. ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, കൊടുത്തത് ചെറുതായാലും വലുതായാലും അത് പറഞ്ഞ് നടക്കരുത്. അപ്പോൾ നമ്മൾ പറയില്ല, ഇടത് കൈ കൊടുത്തത് വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയരുത് എന്നൊക്കെ. അതുപോലെ തന്നെ വേണം ചെയ്യാൻ. അള്ളാഹിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന ഒരു അമലാണ് സ്വതക്ക എന്ന് പറയുന്നത്. അത് നമ്മൾ 1 രൂപ ആണെന്നുണ്ടെങ്കിൽ പോലും അതിനു വേണ്ടി മാറ്റി വെക്കാം.
ഇൻഷാ അല്ലാ. അപ്പോൾ അടുത്തത് ഏഴാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ളുഹാ നിസ്കാരം പതിവാക്കുക എന്നുള്ളതാണ്. തഹജ്ജുദ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നമസ്കാരമാണ് ളുഹ. നബി മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, 2 റക്അത്ത് ളുഹ ഉദയസമയം അവസാനിച്ചത് മുതൽ ളുഹറിൻ്റെ അരമണിക്കൂർ മുമ്പ് വരെയൊക്കെ നമുക്ക് ളുഹ നമസ്കരിക്കാവുന്നതാണ്. ഇത് നിസ്കരിക്കുന്നവന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ഉണ്ടെന്ന് നമ്മുടെ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അപ്പോൾ 9ാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുക, സ്വർഗം ചോദിക്കുക, പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും നമ്മൾ എന്താ പറയുക, നമസ്കാര ശേഷം മാത്രമാണ് പ്രാർത്ഥിക്കുക എന്നൊന്നും വിചാരിക്കരുത്. ഏത് സമയത്തും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹ് നമ്മുടെ പ്രാർത്ഥന എന്തായാലും കേൾക്കും, കേൾക്കാതിരിക്കൂല. പിന്നെ അടുത്തത് എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്ത് മുൽക്ക് ഓതുക. ഇത് ഖബർ ശിക്ഷയിൽ നിന്നും മോചനം നേടാനുള്ള സൂറത്താണ്. ഇതെല്ലാ ദിവസവും. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക. കണക്കോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ജോലിക്കിടയിലും എപ്പോഴും നമുക്ക് സ്വലാത്തൊക്കെ ചൊല്ലാൻ വേണ്ടി സാധിക്കും. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതുക. ആയത്തുൽ കുർസി എല്ലാ നിസ്കാര ശേഷവും ഓതുക. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെ ചൊല്ലുക. പിന്നെ എല്ലാ നമസ്കാരങ്ങൾക്ക് മുന്നേയും ശേഷവുമുള്ള സുന്നത്തുകൾ നിസ്കരിക്കുക. സുബൈക്ക് മുന്നേയും ശേഷവും സുന്നത്ത് നമസ്കാരമുണ്ട്. ളുഹറിൻ്റെയും മുന്നേയും ശേഷവുമുണ്ട്. അസറിനില്ല. മഗ്‌രിബിക്ക് ശേഷമുണ്ട്. ഇശാഹിന് മുന്നേയും ശേഷമുള്ള നമസ്കാരങ്ങൾ ഒഴിവാക്കാതെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ദിവസവും സൂറത്ത് യാസീൻ, സൂറത്ത് വാഖിഹ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ഫത്ഹ്, സൂറത്ത് റഹ്മാൻ എന്നിവ ഓതുക. ഇങ്ങനെയൊക്കെ 30 ദിവസം അടുപ്പിച്ച് നമ്മൾ ചെയ്യുക. ഇത് റമളാനോട് കൂടി നമ്മൾ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റമളാൻ കഴിയുന്നതോടുകൂടി അവസാനിപ്പിക്കരുത്. പിന്നെ എല്ലാ മാസവും ഇതിങ്ങനെ അപ്പോൾ ഇങ്ങനെയൊക്കെ 30 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങും. ഇതിൽ നിന്ന് ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും, അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഈ ഒരു ചാലഞ്ച് റമളാനോട് കൂടി തന്നെ തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു സാധിപ്പിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം.